യുടെ തലസ്ഥാന നഗരിയായ അബുദാബിയിലേക്കാണ് ഇന്ന് യാത്ര. അബുദാബിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ മോസ്കും പരിസരവും കാണാൻ അത്രയേറെ മനോഹരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇരുട്ടും മുമ്പ് എങ്ങനെയെങ്കിലും മോസ്ക് എത്തിപ്പെടണം. മോസ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ഷോപ്പിംഗ് മാളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളും ഈ യാത്രയിൽ ഉൾപ്പെടുത്തണം. അല്പം ദൂരത്തായി കാണുന്ന ആ മനോഹരങ്ങളായ മിനാരങ്ങൾ ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിൻ്റേതാണ്. ഗോൾഡൻ ഹവർ ആയതുകൊണ്ട് തന്നെ മോസ്കും പരിസരവും കാണാൻ വളരെ മനോഹരമാണ്. ഈന്തപ്പനകൾക്കിടയിലൂടെ ആ സൂര്യപ്രകാശം മോസ്കും പരിസരവും ആകെ വ്യാപിച്ചിരിക്കുന്നു. ആ മനോഹരമായ കാഴ്ച ക്യാമറയിലും മനസ്സിലും ഒരേപോലെ പതിഞ്ഞിരിക്കുന്നു. മുൻപിൽ കാണുന്ന ഈ ആർച്ചുകൾ കടന്നു വേണം മോസ്കിലേക്ക് എത്തിപ്പെടാൻ. ഈ മനോഹരമായ ചില്ലുകൂടാരത്തിന് ഉള്ളിലൂടെയാണ് മോസ്കിലേക്ക് പ്രവേശിക്കുന്നത്. ചില്ലുഗോപുരത്തിനുള്ളിലേക്ക് കയറിയ ഉടൻ താഴേക്കിറങ്ങാൻ എസ്കലേറ്ററും അതുപോലെ ലിഫ്റ്റിൻ്റെ സംവിധാനവും അവിടെയുണ്ട്. ഇത് ചെന്നിറങ്ങുന്നത് ഷോപ്പിംഗ് മാളിലേക്കും. ഇനി മോസ്ക് എത്തിപ്പെടണമെങ്കിൽ ഈ മാളിനുള്ളിലൂടെ കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. നടവഴിയുടെ ഇരുവശങ്ങളിലും വൈവിധ്യമാർന്ന കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വൈദ്യുത ബൾബുകളുടെ പ്രകാശം കൂടി എത്തിയപ്പോഴേക്കും വളരെ മനോഹരമായ രീതിയിൽ തന്നെ മോസ്ക് തിളങ്ങി നിൽക്കുന്നു. ഇരുട്ടിൽ പ്രകാശത്തിൻ്റെ അകമ്പടിയോടുകൂടി തിളങ്ങി നിൽക്കുന്ന ഈ മോസ്ക് പുറത്തുനിന്നും അല്പം ആസ്വദിച്ച ശേഷം ഞങ്ങൾ അകത്തേക്ക് നടന്നു തുടങ്ങി. സഞ്ചാരികളുടെയും പ്രദേശവാസികളുടെയും തിരക്ക് മോസ്കിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആളുകൾ ചിത്രങ്ങൾ പകർത്തിയും മോസ്കിൻ്റെ പരിസരം ആസ്വദിച്ചും സമയം ചെലവഴിക്കുന്നു. ഈന്തപ്പനകളോട് സാദൃശ്യം തോന്നും വിധം ഓരോ തൂണുകളും ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു. 1996 പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. അന്ന് ഈ നിർമ്മാണത്തിന് മുൻകൈയെടുത്ത യിലെ ആദ്യത്തെ പ്രസിഡന്റായ ഷെയ്ഖ് സിയാദ് ബിൻ സുൽത്താൻ നിർമ്മാണം പൂർത്തിയാകും മുമ്പ് തന്നെ കാലം ചെയ്യപ്പെട്ടു. 2004 കാലം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഖബർ ഈ പള്ളിയുടെ മുറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ പല ഭാഗങ്ങളിലായി വളരെ മനോഹരങ്ങളായ വിവിധയിനം ഷാൻഡിയർ ലാമ്പുകൾ തൂങ്ങിക്കിടക്കുന്നതായി കാണാം. നമ്മളിപ്പോൾ പ്രാർത്ഥനാ ഹാളിന് ഉള്ളിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഷാൻഡിയറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻഡിയറുകളിൽ ഒരെണ്ണം. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ കൈകളാൽ തുന്നപ്പെട്ട പരവതാനിക്ക് അഭിമുഖമായാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രത്യേകതകൾ എല്ലാം കൊണ്ടുതന്നെ ഈ പ്രാർത്ഥനാമുറി വളരെ വിശിഷ്ടമേറിയ ഒന്നാണ്. അങ്ങനെ മോസ്കിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു തീർത്തു. ഇനി പുറത്തേക്ക്. മോസ്കിൻ്റെ പുറത്തായി ഇതേ മോസ്കിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ പണിത് വെച്ചിട്ടുണ്ട്. കൂടാതെ ബുർജ് ഖലീഫ പോലെ വിവിധ ഇനം മിനിയേച്ചറുകൾ സഞ്ചാരികൾക്കായി വിൽപ്പനയ്ക്ക് അവിടെ ലഭ്യമാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന വണ്ണം
കരകൗശല വസ്തുക്കളുടെ ഒരു കമനീയമായ ശേഖരം തന്നെ പല ഷോപ്പുകളിലും നിറഞ്ഞിരിക്കുന്നു. ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.